നമസ്കാരം. വേനലും മഴയും വസന്തവും മാറി മാറി വരുന്നതിനെയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. പണ്ട് കാലാവസ്ഥയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. കുറച്ചു വർഷങ്ങളായി നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ചിലപ്പോൾ മഴയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ കാലം തെറ്റിയ മഴ, അതുമല്ലെങ്കിൽ പതിവിലേറെ മഴ, ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാകാറുള്ളത്. പതിവില്ലാതെ നിർത്താതെ പെരുമഴ പെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ 2018 പ്രളയമുണ്ടായി. ദീർഘകാലം കൊണ്ടാണ് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങൾ പലപ്പോഴും മനുഷ്യരാശിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പലയിടങ്ങളിലും മഴ പെയ്തിരുന്നു. അതുകൊണ്ട് വേനൽ ചൂടിനൊരു ചെറിയ ആശ്വാസമുണ്ട്. കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിലും പാവം പ്രവാസികൾ ഉരുകിത്തീരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒമാനിൽ കാലാവസ്ഥ പതിയെ മാറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. താപനില ഉയർന്ന ചൂടിലേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് ശേഷം താപനില 40.1 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. 40 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എത്ര കഠിനമായിരിക്കുമെന്ന്. കാലാവസ്ഥ കടുക്കുകയാണെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ ഉയർന്ന കാലാവസ്ഥ രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ബുറൈമി, ഫഹ്ദൂത്ത്, ഇബ്രി, അൽ അവാബി, മുദൈബി, മഹ്ദ, ബനീബു ഹസൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉയർന്ന കാലാവസ്ഥ രേഖപ്പെടുത്തിയത്. ഇനി കുറഞ്ഞ താപനിലയുള്ള പ്രദേശങ്ങളിലേക്ക് വന്നാൽ സൈഖ്, ജലൂനി, തുംറൈത്ത്, അൽ സമാമിം, മക്ഷിൻ, അൽ മസ്യൂന, മർമൂൽ, ഷാലിം, നിസ്വ, യങ്കൽ, ഷിനാസ് എന്നീ പ്രദേശങ്ങളിലായിരുന്നു കുറഞ്ഞ കാലാവസ്ഥ രേഖപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ മാസം വരെ നല്ല തണുപ്പായിരുന്നു രാജ്യത്തിന്റെ മിക്ക ഗവർണറേറ്ററുകളിലും ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും നീണ്ട തണുപ്പ് അനുഭവപ്പെടുന്നത്. എന്നാൽ ചൂട് ഇനിയും കഠിനമാകുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ റംസാനിൽ സുഖകരമായ കാലാവസ്ഥയായിരുന്നു. ഇത് പ്രവാസികൾക്കും സ്വദേശികൾക്കും എല്ലാം ഏറെ ആശ്വാസമായി. മനുഷ്യരെ ഒന്നടങ്കം ആകുലതകളിലേക്ക് തള്ളിവിടുന്നതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ മാറ്റങ്ങൾ. ഇവയെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങളും പരിഹാരവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. ശാസ്ത്രജ്ഞർ ഇതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറും. കാലാവസ്ഥ അനുദിനം മാറി മറിയുകയാണ്. മഴക്കാലവും വേനൽക്കാലവും ഒക്കെ മനുഷ്യന്റെ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. മഴ എന്ന് പറഞ്ഞാൽ വെയിലായിരിക്കും. വെയിലെന്ന് വിചാരിക്കുന്ന ദിവസം പെരുമഴയും. കാലാവസ്ഥയിൽ പ്രവചനങ്ങൾക്ക് അതീതമായി എങ്ങനെ തീവ്രമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം ആഗോളതാപനം തന്നെയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമാവുന്ന കാഴ്ചയാണ് കുറച്ചു കാലമായി നാം കാണുന്നത്. കാലാവസ്ഥയിൽ ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നാം ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, താപതരംഗം, വരൾച്ച എന്നിവയെല്ലാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പിടിമുറുക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ വലിയ തോതിൽ ജീവഹാനിയും വസ്തുവകകൾക്ക് നാശവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.